വിശന്നിരുന്ന വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്നോട് ഷമീർ. ഞങ്ങളിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന മലേഷ്യയിൽ സുലഭമായിട്ട് കിട്ടുന്ന ബനാന കേക്കാണ് കേട്ടോ. വരുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ കാര്യപരിപാടികൾ എന്ന് വെച്ചാൽ ഞങ്ങൾ അമ്മയും മോനും കൂടെ ഒന്ന് കറങ്ങാൻ പോവാണ്. അച്ഛനെ ഞങ്ങൾ കൂട്ടുന്നില്ല, വലിയ ദൂരത്തോട്ടൊന്നും അല്ല, തൊട്ടടുത്ത് തന്നെ സുങ്കിയാറ വാട്ടർ ഫ്രണ്ട് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട്. ദുബിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം. എന്നാൽ പിന്നെ അവിടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് കരുതി. അപ്പോൾ നിങ്ങളെയും കാണിക്കാം പാർക്ക്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി അടുത്തുള്ള ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ആ മഞ്ഞ കളറിലെ ബിൽഡിംഗ് ഒരു മലേഷ്യൻ സ്കൂളാണ്. ദ മാജിക് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞങ്ങൾ പാർക്കിലെത്തി. വന്ന പാടെ ദുബി ഓരോന്നിൽ വലിഞ്ഞു കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം വലിയൊരു പാർക്കാണ്, ഒരു 2-3 ഏക്കർ കാണും. പാർക്ക് 2 പോർഷനായിട്ടാണ് കേട്ടോ. പാർക്കിൻ്റെ നടുക്കൂടെ തന്നെ ഒരു സ്ട്രീം ഒഴുകി പോകുന്നുണ്ട്, പിന്നെ ഒരു ചൈനീസ് ടെമ്പിളും ഉണ്ട്. ഈ പാർക്കിൽ കൂടുതലും ആൾക്കാർ വരുന്നത് ഓടാനും നടക്കാനും അങ്ങനത്തെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. രാവിലെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടിൽ പാട്ട് വെച്ചിട്ട് ഒരു 70-80 വയസ്സുള്ള ചൈനീസ് അമ്മമാരെ എയറോബിക് ഡാൻസ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതും ഗ്രൂപ്പായിട്ട് ഒരു 20-30 പേരുള്ള ഗ്രൂപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്ട്രീമിൻ്റെ കാര്യം, അതാണിത് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം മഴയുള്ളത് കൊണ്ടാണ് നല്ല ഫോഴ്സിൽ വെള്ളം പോകുന്നത്, അല്ലെങ്കിൽ ഇത്രയും വെള്ളമൊന്നും കാണത്തില്ല. ഈ ഭാഗത്ത് കുറച്ച് നാരോയാണ്, പക്ഷേ അപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഇച്ചിരി വീതി കൂടും. ഇതിനകത്ത് ചെറിയ മീനും ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഇപ്പോൾ ക്രോസ് ചെയ്യുന്നുണ്ട് പിള്ളേരെയും കൊണ്ട്, അങ്ങനെ ക്രോസ് ചെയ്യാനൊക്കെ പറ്റും. നമ്മുടെ നാട്ടിലെ കോളാമ്പി പൂവാണ് ഈ നിൽക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഇവിടെ ഓമയ്ക്കയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരോ എന്നോട്, ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, ആരോ എന്നോട് അവിടെ ഓമയ്ക്കയൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചു. ആ ചോദിച്ച ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതേണ്ട ഓമയ്ക്ക നിൽക്കുന്നുണ്ടോ. ഇത് നെല്ലിപ്പുളിയാണ്. ഞാൻ നേരത്തെ എപ്പോഴും എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നെല്ലിപ്പുളി നിൽക്കുന്നത്. ഇപ്പം ഈ മരത്തിൽ അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് ഓരോ കാ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടുന്ന് ആൾക്കാരൊക്കെ പിച്ചിക്കൊണ്ട് പോകുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒരു സൈഡിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സൈഡിലോട്ട് പോവുകയാണ്. ദുബി ഇങ്ങനെ ഒരിടത്ത് തന്നെ നിന്ന് കളിക്കത്തൊന്നുമില്ല, പലയിടത്തോട്ട് ഇങ്ങനെ ചാടി പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ അതിൻ്റെ പുറകിന് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സ്ട്രീമിൽ ഇച്ചിരി വീതി കൂടുന്ന ഭാഗത്ത് ഒരു പാലം ഉണ്ടെന്ന്. അതാണിത് കേട്ടോ. ഇതിനകത്തിൽ മീനുണ്ടേ. ഞാൻ സൂം ചെയ്ത് കാണിക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, കാരണം ഈ മണ്ണിൻ്റെ നിറം തന്നെ ആയതുകൊണ്ടേ അതിനെ നന്നായിട്ട് അറിയത്തില്ല. ഇത് മീനാണോ വേറെ വല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല, അല്ല തവളക്കുഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. മീനാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ചെണ്ടുമല്ലി എന്ന് പറഞ്ഞ പൂവാന്ന് തോന്നുന്നു കേട്ടോ. ഞാനിതിനെ ചെണ്ടുമല്ലി എന്നാണ് വിളിക്കുന്നത്, വേറെ വല്ലതായിരിക്കും എൻ്റെ പൂവിൻ്റെ പേര്. എനിക്ക് ഈ പാർക്കിൽ വരുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ എവിടെയോ പോയതുപോലത്തെ ഒരു ഫീലുമാണ് കേട്ടോ. കാരണം കാണുന്ന ചെടികളെല്ലാം നമ്മുടെ നാട്ടിലുള്ളതൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ നാടും മലേഷ്യയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങളപ്പോൾ ഈ സൈഡിലോട്ട് വന്നത് അവൻ ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ പൂ നോക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂ കേട്ടോ. ഞാൻ ഇവിടെ വരുമ്പോൾ ഇതിലെ പൂ പിച്ചിക്കൊണ്ട് പോകും. സത്യത്തിൽ എനിക്കിതിൻ്റെ പേരറിയത്തില്ല, പക്ഷേ ഇതിൻ്റെ മണം ഭയങ്കര മണമാണ്. നല്ല മണമുള്ള പൂവാണെന്നാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോൾ അത് കയ്യിൽ നിന്ന് അങ്ങ് പോയി. എനിക്ക് ചെടിയുടെ പേരെന്തുവാന്ന് അറിയത്തില്ല, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇലയും പൂവൊക്കെ നോക്കി ഇവിടെ നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ, അദ്ദേഹത്തിൻ്റെ കളി കഴിഞ്ഞ് വരാതെ പോകാൻ പറ്റത്തില്ലല്ലോ.